أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم إنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. صدق الله العظيم. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. 7 ദിവസമായി നമ്മൾ നടത്തിവരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിന്റെ സമാപന ദിവസമാണ് ഇന്ന്. നമ്മള് കഴിഞ്ഞ പിന്നിട്ട ഇന്നലകളിൽ നിന്ന് ഇന്നിന്റെ ഈ കുതിപ്പിലേക്ക്, ഈ പ്രസ്ഥാനം, ഈ സംരംഭം, നമ്മുടെ സ്ഥാപനം ഒക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വികാസം പ്രാപിച്ചത് എല്ലാവർക്കും കാണുന്നൊരു കാഴ്ചയാണ്. ഈ 7 ദിവസങ്ങളിലായി നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോടുള്ള അഭേദ്യമായ ബന്ധവും പിന്നിട്ട 23 വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ മായാതെ മങ്ങാതെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ജനാവലിയും ഈ നമ്മുടെ ഈ ഉറൂസിന്റെ അഭൂതപൂർവമായ വിജയവും. നമ്മൾ തുടക്കം കുറിച്ച മുതൽ ഇന്ന് ഈ സമയം വരെ ഒരു പ്രതിസന്ധികളും ഒരു പ്രയാസങ്ങളും ഒരു വിഷമങ്ങളും ഇതിന് ഞങ്ങളെ സംഘാടകർക്കുണ്ടായിട്ടില്ല. എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഉദ്ദേശിച്ചവരെല്ലാവരും എത്തിപ്പെട്ടു. ആ രീതിയിലുള്ള ഒരു വലിയ ബൃഹത്തായ സംരംഭമായി മഹാനായ ഞങ്ങളുടെ സ്വസംഘം ചെയർമാൻ കൂടിയായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ചു. ഇന്ന് ഈ സമാപനത്തിൽ മഹാനായ സയ്യിദ് വെള്ളൂർ തങ്ങള് ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഇത് വീട് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ
25 കിലോ അരി വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ തുടക്കം. ഇന്ന് 25 കിൻഡൽ അരി വെച്ചിട്ട് മതിയാകാതെ വരുന്ന സാഹചര്യമായി. അപ്പോ കഴിഞ്ഞ ഇന്നലകളിൽ നിന്ന് ഇത് എത്രമാത്രം വികാസപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങി വെച്ചത്. 4 വർഷങ്ങൾക്ക് ശേഷം ആണ് നമ്മള് എല്ലാ അർത്ഥത്തിലും ഈ രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മൾ മഹാനായ കോയമ്പത്തൂർ മുഹമ്മദ് അലി ഹാജി ഇവിടെയുണ്ട്, ഇവരുടെ ഒക്കെ സഹായം പലവിധ ആളുകളുടെ. അങ്ങനെ നമ്മൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ഒരു സ്വന്തം ജന്മസ്ഥലത്ത് ഒരു സ്ഥാപനം വേണമെന്ന് ഉദ്ദേശിച്ച അക്കാലത്ത് തുടക്കം കുറിച്ച എളിയ സംരംഭം ഹിഫ്തുൽ ഖുർആൻ മലബാറിലെ തന്നെ ആദ്യത്തെ ഹിഫ്തുൽ ഖുർആനായി നമ്മളെ ഉണ്ടായിരുന്നത്. അങ്ങനെ വളർന്ന് ഇപ്പൊ ഈ സ്ഥാപനങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ എടുത്തു. അടുത്ത ഏറ്റവും ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇപ്പൊ 8 ലക്ഷം രൂപക്കാണ് തൊട്ടടുത്തൊരു സ്ഥലം ഇപ്പൊ എടുത്തത്. ഇനിയും ഇതിന്റെ സൈഡും ഇതിന്റെ സഹോദരിമാർ നിൽക്കുന്ന ഈ സ്ഥലം എടുക്കണം എന്ന് നമുക്ക് ഉദ്ദേശമുണ്ട്. ഇതിന്റെ ബാക്ക് ഭാഗമുണ്ട്. അതിനൊക്കെ അതുപോലെ മനോഹരമായി 40 ലക്ഷം രൂപ ചെലവിലാണ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അതിന്റെ പ്രവർത്തനമായിരുന്നു പലരും ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ എന്ന് ഞങ്ങൾ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിന് അഭൂതപൂർവമായ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സഫലീകരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് സമുചിതമായി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെ അദ്ദേഹം ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അദ്ദേഹം നിലകൊണ്ടത്, ഇൽമ് പകരാൻ, ഇൽമ് നൽകാൻ, അതിന്റെ ഒറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെ വായക്കാട് അതിന്റെ പ്രൗഢഗംഭീരമായി കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ വായക്കാടിന്റെ കഴിഞ്ഞ ഇന്നലകളെ സ്മരിക്കുന്നതോടുകൂടി തന്നെ അതുപോലുള്ള ഒരു സ്ഥാപനമായി ഇത് ഇവിടെ ഉയർത്തി കൊണ്ടുവരും. അള്ളാഹു ഇത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഒരു വലിയ സ്ഥാപനമായി ഇത് ഇവിടെ വളർന്നു വരും. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ രംഗത്ത് ഇപ്പോ ഓരോ കാലവും ഉറൂസ് നടത്തിക്കൊണ്ടുപോയപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നടന്നു, ഈ പ്രാവശ്യവും ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിസര പ്രദേശങ്ങൾ കൂടി നമ്മൾ വിലക്ക് വാങ്ങാനും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ഒരു വലിയ സ്ഥാപനം ഇവിടെ ഉണ്ടാകുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പതിറ്റാണ്ടുകളോളമുള്ള പ്രസിഡന്റായി സാരഥ്യം വഹിച്ച ആ മഹാന് അതേ രീതിയിൽ തന്നെ അത് സമുചിതമായി ഈ ഉറൂസും അതിന്റെ നേതൃത്വമൊക്കെ കൊടുക്കുന്ന ഇപ്പോൾ സമസ്തയുടെ ഉന്നതരായ നേതാക്കൾ തന്നെ ഇടപെട്ടിട്ടാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായവും സഹകരണവും പേരിലും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ നമ്മുടെ ഈ ഉറൂസ് വിജയിപ്പിക്കാൻ ആരോടൊക്കെയാണ് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൂടെ. എല്ലാ വിഭാഗം ആളുകളും ഇതിന് സഹകരണത്തിന് ഞങ്ങളോടൊപ്പമുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ളവ, ഇതിന്റെ പ്രവർത്തകന്മാരെ ഓരോരുത്തരെയും എണ്ണി പറയാൻ കഴിയില്ല. ഇതിന്റെ വളണ്ടിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് ഭക്ഷണം ഏർപ്പാട് ചെയ്ത ആളുകളുണ്ട്, ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്, പബ്ലിസിറ്റി ചെയ്ത ആളുകളുണ്ട്, പത്രപ്രവർത്തകന്മാരുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും ഞാൻ എങ്ങനെയാണ് ഓർമ്മയിൽ എടുക്കാൻ കഴിയില്ല, അത്രമാത്രം ആളുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ഉസ്താദ് ഇവിടെ വരുന്നുണ്ട്. സ്വസംഘം ചെയർമാനായ സയ്യിദ് ജിഫ്രി തങ്ങള്, സയ്യിദ് ജമലുല്ലൈലി തങ്ങള്, നാസർ അലി തങ്ങള്, അതുപോലെ SKSF-ന്റെ വളണ്ടിയർമാർ, പരിസരവാസികള്, പൊതുപ്രവർത്തകർ, ഹൈസ്കൂള്, PTA കമ്മിറ്റി അതിഥികള്, വളണ്ടിയേഴ്സ്, ഭക്ഷണത്തിന്റെ പരിസര മേഖലകളിലെ ഉസ്താദുമാര്, കമ്മിറ്റി ഭാരവാഹികള്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ ഈ പള്ളി ഇത് നമ്മള് പൊളിച്ചുകൊണ്ട് അത് പുനർനിർമ്മാണം ചെയ്യുകയാണ്. മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമുണ്ട്, കരുവാടിയിൽ ഹനീഫ എന്ന ഒരു പ്രവാസി സുഹൃത്ത്. നിരവധി സഹായങ്ങൾ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഞങ്ങൾക്ക് പള്ളി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1.25 കോടി രൂപ ഈ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
അടുത്ത് തന്നെ ബഹുമാനപ്പെട്ട തങ്ങള് ഇവിടെ വരികയാണെങ്കിൽ ഇന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ കരുതി. തറക്കല്ലിടല് ചില സാങ്കേതിക കാരണങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ അല്പം വൈകും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു പെരുന്തൽമണ്ണ ഒരു മരണവുമായി മറ്റു ചില അടിയന്തരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപാടി തുടങ്ങാൻ പറഞ്ഞു. അദ്ദേഹം ഒരു പക്ഷേ വൈകി പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ വന്നാൽ എന്ന് തന്നെ ഞങ്ങൾ തറക്കല്ലിടും. അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുകയാണ്. അതിമനോഹരമായ ഒരു പള്ളിയും ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാവുകയാണ്. കരുവാടി ഹനീഫക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ കമ്മിറ്റിക്ക് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ്. ഇതില് അധ്യക്ഷം വഹിക്കുന്നത് ഷെയ്ഖുന MT അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് അവർകളാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ സിയാറത്ത് കഴിഞ്ഞ് അദ്ദേഹം അടിയന്തരമായി കോഴിക്കോട്ടെന്ന് പോയതാണ്. അദ്ദേഹം തിരിച്ചു വരും. അത് തിരിച്ചു വരുന്നത് വരെ ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങള് ഇവിടെ അധ്യക്ഷം വഹിക്കും. അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂരാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിപ്പെടുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടെ ആശംസ പ്രസംഗം നടത്തിയ മുക്കം ഉമർ ഫൈസി, ഒളവണ്ണ അബൂബക്കർ ദാരിമി, ബഹുമാനായ റഷീദിയയുടെ അറബി കോളേജിന്റെ മാനേജർ കൂടിയായ KS ഇബ്രാഹിം സ്റ്റാർ, BSK തങ്ങൾ തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ നിരവധി ആളുകളുണ്ട്. സയ്യിദ് ഹബീബ് തങ്ങള്, കണ്ണിയത്ത് കുഞ്ഞുമോൻ, കണ്ണിയത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, ഉമ്മർ ദർസി തച്ചണ്ണ, അലി ഫൈസി പാവണ്ണ, ഞങ്ങളുടെ മാനേജർ ബഹുമാന്യായ മമ്മുദാരിമി. ഇന്നലകളുടെ കിതപ്പിൽ നിന്ന് ഒരുപാട് ഈ സ്ഥാപനത്തിന് വേണ്ടി ഒറ്റക്ക് നിന്ന് കുറേയേറെ പ്രവർത്തനം നടത്തിയ ബഹുമാനപ്പെട്ട മമ്മുദാരിമി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി പരാതിക്കാൻ നിവൃത്തിയില്ല. ഒരു അസുഖം ബാധിച്ച് നിർബന്ധമായി ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞ സമയത്ത് പോലായിട്ട് പോലും ഈ 7 ദിവസവും ഞങ്ങളോടൊപ്പം സജീവമായി ഉണ്ട്. നിരന്തരമായി അദ്ദേഹത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ തവണയും ഈ സമാപനത്തിനും അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി കൊയപ്പത്തൊടി, ഫസലുൽ ഹാജി വേങ്ങര, പ്രിയപ്പെട്ട കണ്ണിയത്ത് നെസുറു, നാസുറുദ്ദീൻ ദാരിമി ചേക്കോട്, കരീം ദാരിമി, മുസ്തഫ കാസിമി തുടങ്ങിയ വേദിയിൽ ഉപവിഷ്ടരായ വിവിധ ആളുകളുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണമെന്ന് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട MT ഉസ്താദ് വരുന്നത് വരെ മാനുത്തങ്ങൾ വെള്ളൂരിനെ ഈ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഉദ്ഘാടനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇവിടെ എത്തി. അതുകൊണ്ട് തൽക്കാലമായി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി മാനുത്തങ്ങൾ വെള്ളൂരിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله. സ്നേഹമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ മുബാറക്കായിരിക്കുന്ന ഈ മജ്ലിസ്, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ട്രഷററും പണ്ഡിതനുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദ് അവർകളെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷൻ മാനു തങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കളായ പണ്ഡിതന്മാർ, സദാത്തുക്കൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനുകൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം പുണ്യമായ ഒരു മുബാറക്കായ മജ്ലിസിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരുടെ 24ാമത്തെ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന അതിൻ്റെ സമാപന ചടങ്ങിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രമുഖരാവുന്ന പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട, യഥാർത്ഥ പണ്ഡിതന് ഉണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഈ വായക്കാട്ടുകാരോടെന്ന് മാത്രമല്ല, ഈ കേരളത്തിലുള്ള ആർക്കും അവരെ ആ വിശുദ്ധമാവുന്നതായ ജീവിതത്തിനെ സംബന്ധിച്ചോ അവരെ പാണ്ഡിത്യത്തിനെ സംബന്ധിച്ചൊന്നും ധാരാളം പറഞ്ഞ് അറിയിക്കേണ്ടതായ ഒരു ആവശ്യമില്ല. വളരെ തുറന്നൊരു പുസ്തകമാണ് അവരെ ജീവിതം. ഏത് ചെറിയവനിക്കും വലിയവനിക്കും അറിയാം അവരെ ജീവിതത്തിലുള്ള ആ ഉന്നതമായ ഗുണങ്ങൾ മാത്രമേ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൽ ഉണ്ടായിട്ടുള്ളൂ. അവരിൽ നിന്ന് ഒരു കാലത്തും വിട്ടുപിരിയാൻ ഒന്നാണ് അവർ കാണപ്പെടുന്ന ആ വിശുദ്ധമാവുന്ന സ്വഭാവങ്ങളൊക്കെ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ദാത്തീയത്താവുന്ന സിഫത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു കാലഘട്ടത്തിലും അത് വിട്ടുപിരിയാൻ പാടുള്ളതല്ല. ആ നിലക്കുള്ളതായ ഒരവസ്ഥയാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ളത്. മഹാനാവുന്ന ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞതുപോലെ അൽ അംബിയാഹു മുലാസിമൂന ഹദ്റത്തുൽ ഖുദുസ് വലാ യഖ്റുജൂന മിൻഹ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അവർ സർവ്വസമയത്തും അല്ലാഹുവിന്റെ വിശുദ്ധമാവുന്നതായ ഹദ്റത്തിലായി എന്ന് പറഞ്ഞാൽ ഈ ഹദ്റത്തുൽ ഖുദുസുമായുള്ളതായ ഈ ബന്ധം അത് ദായിമത്തുൻ ലാസിമത്തുൻ ലഹുന്ന. അത് അമ്പിയാക്കന്മാരിൽ നിന്ന് ഒരു സമയത്തും വിട്ടുപിരിയാൻ പാടുള്ളതല്ല. അത് സർവ്വസമയത്തും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശുദ്ധമാവുന്ന ഹദ്റത്തുമായി കൊണ്ടുള്ള ആ ബന്ധം അവർക്ക് നിർബന്ധമാണ്. സർവ്വസമയത്തും ആ ബന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാ നഹ്നു മഅശൂറുൽ അംബിയാ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കന്മാർക്കുള്ളതായ ഖുലൂബുകൾ, ആ ഹൃദയങ്ങൾ ഒരിക്കലും അത് ഉറങ്ങൂല. അവരെ കണ്ണേ ഉറങ്ങുള്ളൂ. നമ്മൾ ഉറങ്ങിയാൽ നമുക്കുണ്ടാവേണ്ട ഉറക്കുകൊണ്ടുണ്ടായി തീരേണ്ടതായ ഒരു ഗുണം അവർക്ക് അവരെ കണ്ണുറങ്ങിയാൽ ആ ഉറക്കുകൊണ്ടുണ്ടായി തീരും. അവരെ ഹൃദയം ഉറങ്ങാൻ പാടുള്ളതല്ല. അവരെ ഹൃദയത്തിനിക്ക് ഉറക്ക് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? സർവ്വസമയം ആ ഹൃദയം
അത് വിശുദ്ധമാവുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹദ്റത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് നിർബന്ധമാവുന്നതായ ഒരു സിഫത്ത് ദാത്തിയ്യത്ത്. ഒരു കാലത്തും അമ്പിയാക്കന്മാരെ തൊട്ട് വിട്ടുപിരിയാൻ പറ്റാത്തതായ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവണം. അമ്പിയാക്കന്മാർക്കുള്ള വാരിസ്യങ്ങളാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് അമ്പിയാക്കന്മാരുടെ വാരിസാവണം എന്നുണ്ടെങ്കിൽ ആ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഗുണങ്ങൾ അത് അതേ സ്വഭാവത്തിൽ ഉണ്ടാവൽ ചിലപ്പോൾ പ്രയാസമാണെങ്കിലും ആ ഗുണങ്ങളിൽ നിന്നുള്ളതായ 99% അവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാനാവുന്ന ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞതുപോലെ വഹും മുലാസിമൂന വഹും യഖ്റുജൂന വയദ്ഖുലൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തിരുഹദ്റത്തിലേക്ക് അവർ കടന്നു വരും. സർവ്വസമയത്തും ആ തിരുഹദ്റത്തിൽ തന്നെ ആയിരിക്കും അവരുണ്ടാവുക. പക്ഷേ വയഖ്റുജൂൻ, ആ തിരുഹദ്റത്തിൽ നിന്ന് വിട്ടുകൊണ്ടുള്ളതായ ചില അവസ്ഥകളും അവർക്കുണ്ടാവാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്തിഖാമത്ത് എന്നത് അതൊരു ദാത്തിയത്താവുന്നതായ ഒരു സിഫത്തല്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വസംഗതികളും അത് പൂർണ്ണമായും കൊണ്ടിട്ട് അതിനെ ചെയ്യേണ്ടതുപോലെ ചെയ്യാം. അല്ലാഹ് ശർഈയാവുന്നതായ സർവ്വ ആദാബുകളെയും പരിഗണിച്ച് ജീവിക്കുക. ഹറാമെന്നും കറാഹത്തെന്നും മാത്രമല്ല ഖിലാഫുൽ ഔലയിൽ നിന്ന് വരെ ഒഴിഞ്ഞു നിൽക്കുക. അത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിലാണ് അതിന്റെ യഥാർത്ഥ രൂപം കാണപ്പെടുന്നത്. ഇതുകൊണ്ടിട്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ല യുതീഖഹാ ഇല്ലൽ അകാബിർ. ഇസ്തിഖാമത്ത് ഒരു ഉന്നതമായ സ്വഭാവമാണ്. അത് വലിയവരിൽ മാത്രമേ അത് കാണുള്ളൂ, തീർക്കാൻ കഴിയുള്ളൂ. സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല. പക്ഷെ കഴിയണത്ര നമ്മൾ ഇസ്തിഖാമത്തിന് ഉണ്ടാക്കി തീർക്കണം. ഇസ്തഖീമു വലാ തുതീഖൂ. അപ്പൊ ആ സ്വഭാവം മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവിനും ആ സ്വഭാവം ഉണ്ടാവും. ാണ് പണ്ഡിതന്മാരാവേണ്ടത്, യഥാർത്ഥ പണ്ഡിതന്മാരവരാ. ഇതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഇല്ലം തകുനിൽ ഉലമാഹു ഔലിയാ അലില്ലാ ഫമനിൽ വലിയ്യ്. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ആരാണ് ഇവിടെ വലിയ്യ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്നല്ല, ഇവിടെ ആലിമ് എന്ന് പേര് പറഞ്ഞവനൊക്കെ, അല്ലെങ്കിൽ മുസ്ലിയായിരുന്നോ മൗലവിന്നോ അവിടെ പേരിന്റെ അപ്പുറത്തോ അപ്പുറത്തോ എഴുതിയാൽ അവനൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ആലിമിനുണ്ടാവേണ്ട ഗുണം എന്താ? അവനിൽ വിലായത്തിന്റെ സ്വഭാവം അവനിൽ ഉണ്ടാവണം. അവനാണ് യഥാർത്ഥ ആലിമ്. അവനിലുള്ള ഇൽമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇർസായി കിട്ടിയ ഇൽമ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറെ കിതാബ് ഓതി എല്ലാ ഭാഷയും പഠിച്ചു ബഹുഭാഷ പണ്ഡിതനായതുകൊണ്ടിട്ടും കുറെ കിതാബുകൾ ഓതിയത് കൊണ്ടൊന്നും അവനെ സംബന്ധിച്ചൊന്നും യഥാർത്ഥ ആലിമ് എന്ന് പറയാൻ പറ്റൂല. ഇൽമിന്റെ എല്ലാ മേഖലകളെയും ഒരാൾ കൈയടക്കി, എന്നാലും അവൻ ശരീഅത്തിന്റെ ഇൽമ് കൊണ്ട് ബന്ധപ്പെട്ട ആളെന്ന് അവനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ശരീഅത്തിന്റെ ഇൽമിനെ തഹമ്മുൽ ചെയ്യാൻ, അതിനെ ചുമക്കാൻ പറ്റുന്നതായ അതിന്റെ ഗുണങ്ങൾ അവനിൽ ഉണ്ടാവണം. അവനാണ് യഥാർത്ഥ ആലിം. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഒരു ആലിമിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവം. ആ വിലായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആ സ്വഭാവമുള്ള ആലിമനിക്ക് യഥാർത്ഥ ആലിമ്, അമ്പിയാക്കന്മാരെ വാരിസാവുന്ന ആലിമ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉലമാഉ വറസത്തുൽ അംബിയാ, എല്ലാ ആലിമീങ്ങളെ സംബന്ധിച്ചുമല്ല. ഈ നിലക്കുള്ളതായ ഗുണങ്ങളുള്ള ഈ ആലിമീങ്ങളാണ് അമ്പിയാക്കന്മാർക്കുള്ള വാരിസ്യങ്ങൾ. അവരെ ഇൽമുകൊണ്ടേ ഗുണം ഉണ്ടാവുള്ളൂ. അവരെ ഇൽമു കൊണ്ടിട്ടേ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. ആ ഇൽമു കേട്ടാലേ ഇവിടെ ജനങ്ങൾ നന്നാവുള്ളൂ. മറ്റത് ഇവിടെ ആള് കൂടലും അല്ല ഒരു ആലിമിനെ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം. ആലിമ് എന്ന് പറഞ്ഞാൽ അവനെ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ ദർസ് നടത്തുമ്പോഴോ കുറെ ആളുകൾ കൂടിയത് കൊണ്ടിട്ട് അവന്റെ ഒക്കെ ഇൽമ് യഥാർത്ഥ ശരീഅത്തിന്റെ ഇൽമാണെന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെ? അവനിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോടുള്ള ആ ഇർസിനെ അവന്റെ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളതാണ്. ആ ഇർസാണ് ഇസ്തിഖാമത്ത്, അതാണ് വിലായത്ത്. അപ്പൊ യഥാർത്ഥ ഒരു ആലിമാവണമെന്നുണ്ടെങ്കിൽ അവനിൽ വിലായത്തിന്റെ സ്വഭാവം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അല്ലാഹുവിന്റെ ഔലിയാ ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാവുന്നതായ മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാരെ കൂട്ടത്തിൽപ്പെട്ട
ഏറ്റവും വലിയതായ ഉന്നതനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവരെ സംബന്ധിച്ച് പലരും പല കറാമത്തുകളും ഒരുപാട് കറാമത്തുകൾ നമ്മൾ കേട്ടതും നമുക്ക് പറയാനുള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയ നമ്മൾ അളക്കണ്ട, അല്ലെങ്കിൽ ഒരു വലിയ നമ്മൾ കണക്കാക്കണ്ട, ഒരു വലിയ നമ്മൾ വിലയിരുത്തേണ്ട അതിന്റെ മാനദണ്ഡം കറാമത്തുകളെ കൊണ്ടല്ല. കറാമത്ത് ഉണ്ടായത് കൊണ്ടിട്ടല്ല. കറാമത്തുകൾ അധികം 1000 കറാമത്തുകൾ ഇവിടെ പ്രകടമാകുന്നുണ്ടോ ഇല്ലേ എന്നതിലേക്ക് നോക്കിയിട്ടല്ല ഒരു വലിയനെ നമ്മൾ എന്താക്കേണ്ടത്, അളക്കേണ്ടത്. വലിയനെ അളക്കേണ്ട മാനദണ്ഡം യഥാർത്ഥ ഇസ്തിഖാമത്ത് ആ ഔലിയാക്കന്മാർ ആ മനുഷ്യനിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ ഇസ്തിഖാമത്തിന്റെ മേൽ ഒരാൾക്ക് നിന്നു പോരാൻ കഴിയണം. അതാണ് ഏറ്റവും വലിയതായ വിലായത്തിന്റെ അളക്കേണ്ടതായ, വിലായത്തിന് അളക്കപ്പെടേണ്ടതായ അതിന്റെ മാനദണ്ഡം. അപ്പൊ കറാമത്തുകൾ വെളിവായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. കറാമത്തുകൾ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കൊക്കെ ഒരുപാട് അവരിൽ നിന്നുണ്ടായ ഒരുപാട് കറാമത്തുകൾ നമുക്ക് പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസു അവരാണെങ്കിലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസു ഇവർക്കൊക്കെ ഒരുപാട് കറാമത്തുകൾ പലരും പറയുന്നുണ്ടല്ലോ. കറാമത്തുകൾ പറയലല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം. അവർ ഫൈനൽ കുമ്മല മിനൽ ഔലിയാഹ് യഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ ഐദിഹിം. വലിയ വലിയ ഔലിയാക്കന്മാർ അവർ മുഖേന കറാമത്തുകൾ വെളിപ്പെടുന്നത് തന്നെ അവർക്ക് പേടിയാണ്. ഇത് അല്ലാഹുവിന്റെ ഒരു ഇസ്തിദ്റാജാണോ എന്നുള്ളത് അവർക്ക് പേടിയാണ് മഹാന്മാർക്ക്. അവരിൽ നിന്നിട്ട് ഇങ്ങനെ പ്രകടമാക്കപ്പെട്ടതായ കറാമത്ത് കൊണ്ടിട്ട് ആ കറാമത്തിനെ അതിനെങ്ങനെ പരസ്യം എടുത്താൽ തന്നെ കറാമത്തുകളൊക്കെ അറിയേണ്ട ചില മഹാനാവുന്നതായ കണ്ണിയത്ത് ഉസ്താദിന്റെയും നമ്മൾ ആയിരുന്നു അവര് അമ്പിയാക്കന്മാരെ യഥാർത്ഥ വാരിത്യങ്ങളാണെന്ന് അവകാശപ്പെടാൻ പറ്റിയ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ അവരെ ഭാഷയിൽ അവർ രേഖപ്പെടുത്തിയ യഥാർത്ഥ ആലിമിനിക്കുണ്ടാവേണ്ട ഗുണം അവന് വിലായത്ത് ഉണ്ടാവണം, അവനാണ് യഥാർത്ഥ ആലിമ് എന്ന്. ഒരു ആലിം അവന്റെ ഇൽമിന്റെ അനുസരിച്ച് അവൻ അമൽ ചെയ്യണം. അവനിലെ ആ ശരീഅത്തിന്റെ സർവ്വ ആദാബുകളെ അവൻ പൂർണ്ണമായും കൊണ്ടിട്ട് സൂക്ഷിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്തി അവന്റെ പിന്നിലുള്ളവർക്ക് അത് മാതൃകയാക്കാൻ പറ്റുന്നതായ ജീവിതാവണം അവന് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവന് വീടുണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ പുരണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ആ ഭൗതികമാവുന്നതായ അതിന് ഭൗതികത്വത്തിനുള്ളതായ താല്പര്യം ഹൃദയത്തിലുണ്ടാവാൻ പാടില്ല. ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞതുപോലെ ഹൃദയത്തിന് ദുന്യാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാൻ പാടില്ല. ആ ബന്ധം ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് ഒഴിവാക്കാൻ. അതായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയൊക്കെ. അവർ ഭൗതികമാകുന്നതായ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, അവർക്കുള്ളതായ സ്വയം താല്പര്യങ്ങളോ ഭൗതികമായ സുഖത്തിനു വേണ്ടിയല്ല അവരിവിടെ ജീവിച്ചത്. വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ അതിന്റെ ഖിദ്മത്ത്, ആ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവരിവിടെ ജീവിച്ചു. അവർക്കുള്ളതായ ഓരോ ചലനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് ഇർഫായി കിട്ടിയതായ ആ ഉന്നതമാവുന്ന സ്വഭാവം അവരിൽ കാണപ്പെടും. ഇതായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവരവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വിശുദ്ധിനെ അവർ കാത്തു സൂക്ഷിച്ചു. പൂർണ്ണമായ വിശുദ്ധി അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവര് സാധാരണ ഒരു മനുഷ്യനല്ല, അവര് സാധാരണ ഒരു പണ്ഡിതനല്ല, അവര് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ടതായ വലിയ പ്രമുഖനായിരുന്നു. അല്ലാഹു ഒരു ആലിമിനക്ക് ഉണ്ടാവേണ്ടതായ ഗുണം അത് വിലായത്താണ്. ആ വിലായത്ത് അവരിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ മഹാന്മാരാവുന്നതായ നമ്മളെ ഈ മശായിഖന്മാർ അവർക്കുള്ളതായ ഇതുപോലുള്ള ഉറൂസുകൾ, ഈ ഉറൂസുകൾ എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ ഉറൂസുകളിൽ നടക്കപ്പെടുന്നതായ സർവ്വ അടിസ്ഥാന സംഗതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചെന്നതാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ
അത് 1 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ അതിനോട് ബന്ധപ്പെട്ടവർ അവരെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി സിയാറത്തിന് വേണ്ടി പ്രത്യേക ഒരു ദിവസം ഒരുക്കി കൊടുക്കുക. ഒന്നതാണ്. രണ്ടാമത്തൊന്നെന്താ, അവിടെ പ്രധാനമാവുന്നതായ ദിക്റുകളൊക്കെ നടത്തുക. മറ്റൊന്നൊരു ഭക്ഷണ വിതരണം ചെയ്യുക. ആ സിയാറത്ത് തന്നെ സുന്നികളാവുന്ന നമ്മളിവിടെ ചെയ്യണ അതേ രൂപത്തിൽ അൽ ഫാത്തിഹ പറഞ്ഞുകൊണ്ട് സിയാറത്ത് ചെയ്യുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ നബി അത് പ്രാവർത്തികമാക്കി കാണിച്ചത്. ഇതൊക്കെ അപ്പൊ ഈ ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെളിവില്ലാതെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലും മഹാനാവുന്ന ഇമാം ബൈഹഖി റിവായത്ത് ചെയ്തതായ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് ഈ ഉറൂസുകൾ നമ്മൾ നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നല്ല ലോകമൊട്ടാകെയുള്ളതായ ഒരു സംഗതിയാണ് ഉറൂസുകൾ. ബിദഈ ആശയങ്ങൾ കടന്നു വരാത്ത രാജ്യങ്ങളിൽ മുഴുവൻ ആ ബിദഈ ആശയങ്ങൾ അവിടെ കടന്നു വരുന്നതിന് മുമ്പ് അവിടെ നമ്മളെ ഈ നാടുകളെ പോലെ തന്നെയാണ് വലിയ വലിയ മക്കാബുകളും മസാറുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഉറൂസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉറൂസ് എന്ന് പറഞ്ഞാൽ അത് സുന്നികൾ ഉണ്ടാക്കിയതായ എന്തോ ഒരു സംഗതിയാണ്. എന്തെങ്കിലും ഒരു പോത്തിനറക്കുക എന്നുള്ളത് അത് ഉറൂസിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ആടിനറക്കുക എന്നുള്ളത് ഉറൂസിന്റെ ഒരു ഭാഗമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ ഇല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഭാര്യമാരൊക്കെ മരിച്ചു. അവരൊക്കെ മഹദികളല്ലായിരുന്നോ? അവരൊക്കെ വലിയാത്തുകളല്ലേ? അവരൊക്കെ മരണപ്പെട്ടു വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനൊക്കെ അറുത്തു. ആടിന്റെ മാംസം അവരോട് ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോത്തായാലും വേണ്ടില്ല, ഇനി ആടായാലും കോഴി ആയാലും എന്തിനെങ്കിലും അറുത്തിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറയണത്. ആ പ്രധാനപ്പെട്ടതായ അവരെ ഉള്ളതായ അവരെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി ഒരു ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യാം. ഖബറുകൾ ചെന്ന് സിയാറത്ത് ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ സിയാറത്ത് ചെയ്യുന്നത് പോലെ അൽ ഫാത്തിഹ ആദ്യം പോയി പറയണം. എന്നിട്ട് അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണതായ ദുആ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഓരോ വർഷവും നബി സിയാറത്ത് ചെയ്യലുണ്ടായിരുന്നു. ഉഹദ് ശുഹദാഇനെ മഹാനാവുന്ന ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ കാണാം. ഓരോ വർഷവും നബി സിയാറത്ത് ചെയ്യലുണ്ടായിരുന്നു. ഓരോ വർഷം സിയാറത്ത് ചെയ്തുകൊണ്ടിട്ട് ഉറൂസിന്റെ അടിസ്ഥാനം നബി സ്ഥാപിച്ചു. ആ ഉറൂസിൽ ചെയ്യപ്പെടേണ്ട സംഗതികൾ എങ്ങനെയെന്നുള്ളത് 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷം പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത് നബി സംഘടിപ്പിച്ചു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു സ്വലാത്തഹു അലൽ ജനാസത്തി. മയ്യിത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് പോലുള്ളതായ ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെയ്തത്. അതെന്താ? മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലെ അൽ ഫാത്തിഹ ആദ്യം ഫാത്തിഹ ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം ഫാത്തിഹയാണ്. അപ്പൊ ആദ്യം ഫാത്തിഹ പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം മയ്യിത്ത് നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയേണ്ടത്. ആയി തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നല്ല രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം പറയേണ്ടത്. വയുന്തബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. പിന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയേണ്ടത്. അപ്പോ മയ്യിത്ത് നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വന്നപ്പോൾ എല്ലാ വർഷത്തെ സിയാറത്ത് വേറെ, 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഒരു പ്രത്യേക സിയാറത്ത് നബി ചെയ്തത് എന്തിനു വേണ്ടിയാ? ആ സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി. ആ സിയാറത്തിന്റെ സ്വഭാവം എന്താ? ആദ്യം തന്നെ ഒരു ഖബറിലെടുത്ത് പോയി ആ ഖബറാളിക്ക് കഴിഞ്ഞാൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇവിടുത്തെ മുജാഹിദിനോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ തബ്ലീഗുകാർക്കോ ആർക്കും എതിർക്കാൻ സാധ്യമല്ല. മഹാന്മാരാവുന്ന അയിമ്മത്ത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല ശുഹദാവിന്റെ മേലിൽ. കാരണം അധികരിച്ച അയിമ്മത്തിന്റെ അഭിപ്രായം ശുഹദാവിന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന്. ഇനി ശുഹദാവിന്റെ മേൽ നിസ്കരിക്കാൻ പാടുണ്ട് എന്ന് പറയുന്നതായ അയിമ്മത്തിന്റെ അഭിപ്രായ പ്രകാരം തന്നെ അവരെടുത്തൊരു ആള് മരിച്ചു 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖബറുകളിൽ നിസ്കരിക്കാൻ പാടില്ല. ഇത് 8 വർഷത്തിന്റെ ശേഷമാണ് നബി അവിടെ ചെന്നിട്ട് ഈ ദുആ ദ്വാരുന്നു സ്വലാത്തഹു എന്ന് പറയുന്നത്. അപ്പൊ അത് മയ്യിത്ത് നിസ്കാരമല്ല നബി അവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് എല്ലാ ഇമാമിയങ്ങളുടെയും ഏകകണ്ഠമായ അഭിപ്രായം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് അവിടുന്ന് എന്താ? മയ്യിത്ത് നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ നബി ദുആ ചെയ്തു. മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആ എന്താ? ആദ്യം ഫാത്തിഹ പറയാ, രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം അൽഹംദുലില്ലാഹ് പറയാ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ദുആ ചെയ്യണത്?
നമ്മൾ ആദ്യം ഫാത്തിഹ പറയണം, അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറയണം, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയും അതിനോട് ബന്ധപ്പെട്ട ദുആകളൊക്കെ ചെയ്യണം. അപ്പൊ എന്നതുപോലുള്ള ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. പിന്നെ ഖബറുകൾ ചെന്ന് സുന്നികൾ വാരിക്കുന്നതിലൂടെ വലിയ അതിന് വല്ല ലക്ഷ്യം ഉണ്ടാന്ന് ചോദിച്ചാൽ അത് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖബറുകൾ ചെന്ന് ദുആ ചെയ്യണത്. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞു കൊണ്ടുവന്നു പറഞ്ഞാൽ ഈ ഉറൂസുകളിലുള്ളതായ സർവ്വ അടിസ്ഥാനങ്ങളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് നബി ചെയ്തു കാണിച്ചു തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഉറൂസുകൾ വഹിക്കുന്നത്. അപ്പൊ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാ, ആ ഔലിയായിൽപ്പെട്ടതായ പ്രമുഖനാവുന്ന ഒരു വലിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർകൾ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന പ്രസംഗകരോടൊക്കെ ഉള്ളതായ ഒരു ഉപദേശം എന്താന്ന് പറഞ്ഞാൽ, ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് പ്രസംഗിക്കുകയാണെങ്കിലും അത് ശരിക്കും ഉറപ്പുവരുത്തിയിട്ട് ശേഷമേ പറയാൻ പാടുള്ളൂ. അവരോട് ബന്ധപ്പെട്ട പല ആളുകളും പലരും അവര് പറഞ്ഞു കേൾക്കും, ഇവര് പറഞ്ഞു കേട്ടു, ഇങ്ങനെ പലരും ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ നാളെ ഏതാ ഒരുത്തൻ പ്രസംഗിച്ചു, ആരോ പ്രസംഗിക്കുന്നു കേട്ടു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് എത്ര ഗുണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവരോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ. പിന്നെ അവിശ്വസനീയമായ ചിലതൊക്കെ പറയാം, അത് ശരിയല്ല. ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ പോകരുത്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു പട്ടി എടുത്തിട്ടുണ്ട്. മൂപ്പര് ഡ്രൈവറോട് പറഞ്ഞുവല്ലോ, ഇജ്ജ് അവിടെ നിൽക്ക്, ഞാൻ തന്നെ പോയി കൈക്കോട്ടും പിക്കാസൊക്കെ വാങ്ങിക്കൊണ്ടിട്ട്. എന്നിട്ട് മൂപ്പര് പോയിട്ട് കുയ്യുത്തി മൂപ്പരനെ കുഴിച്ചിട്ടു. ഒരു പട്ടിനെ കുഴിച്ചിടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര വലിയൊരു സംഗതിയൊന്നുമല്ല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം അവരെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇല്ലാത്ത സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങൾ വെറുതെ കൂട്ടിച്ചേർത്ത് പറയാൻ പാടില്ല. കണ്ണിത്തുസ്താദിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അത് വളരെ വ്യക്തമായ നിലക്ക് വളരെ വിശ്വസ്തരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പല സംഭവങ്ങളും നമുക്കറിയാം. ആ സംഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അവരോട് ബന്ധപ്പെട്ട, അവരോടൊന്നല്ല ആരോട് ബന്ധപ്പെട്ടതും എന്തെങ്കിലും ഹൂവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യവും ആരും തന്നെ പറയരുത്. അത് പ്രവർത്തകരോടുള്ളതായ ഒരു ഉപദേശമാണ്, എല്ലാവരോടുള്ളതായ ഉപദേശമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സംഗതിയാണ്. മഹാന്മാരോട് ചേർത്തുകൊണ്ട് ഒരു സംഗതി നമ്മൾ പറയുമ്പോൾ അത് ഒരിക്കലും കളവാവാൻ പാടുള്ളതല്ല. അപ്പൊ അടിസ്ഥാനപരമായി അവരെ വിലയിരുത്തുന്ന ആ വിലയിരുത്തലാണ് ഞാൻ നടത്തിയത്. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനാണ്. ഇൽമിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നും കൊണ്ടിട്ട് ആ മേഖലകളൊക്കെ കൈയടക്കിയതായ വലിയ മഹാനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്നതായ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ അവര് ഒരു ദീർഘകാലം അതിനിവിടെ സേവനം ചെയ്തു. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു. ഈ പ്രസ്ഥാനത്തിനെ നമ്മളെ കൈകളിലൊക്കെ ഏൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ടവരും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുമാണ്. അപ്പൊ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പ്രസ്ഥാനത്തിന് ഇവരെ പിന്നാലെ കൂടിയാൽ മതിയെന്ന്. ഈ രണ്ടും അത് ഏൽപ്പിക്കാൻ പറ്റിയതായ മഹാന്മാരാണ്. അപ്പൊ ഈ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഈ രണ്ട് മഹാന്മാരാണ് ഈ പ്രസ്ഥാനം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. നമുക്കറിയാം ഈ സ്ഥാപനം ഇവിടെ എന്താവണം, ഇത് വളരണം, ഇതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ. ഇപ്പൊ ഇന്നലെ മൂപ്പര പേരിലുള്ള സ്ഥാപനം കാസർഗോഡ് ബദിയെടുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഞാൻ തന്നെയാണ് ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെയ്തതും അവിടെ ദർസ് തുടങ്ങിക്കൊടുത്തതും ഒക്കെ ഞാനാണ്. ഇന്നലെ അതിന്റെ സമാപന സമ്മേളനം ഇന്നലെ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ രാവിലെ ഞാൻ അവിടുന്ന് വന്നതാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്. അപ്പൊ ആ സ്ഥാപനം അവരുടെ പേരിൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അവർക്കുള്ളതായ പേരിൽ ഇവിടെ ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നമ്മളെ വായക്കാട് നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഇവിടുത്തെ എല്ലാ ദീനീ സ്ഥാപനങ്ങളും അതൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ സ്ഥാപനങ്ങളും അതൊക്കെ നമ്മളെല്ലാവരും സ്ഥാപനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ സ്ഥാപനത്തിനൊക്കെ വളർത്താനും അതിനെ ഉയർത്താനുള്ളതായ എല്ലാ നിലക്കുള്ള പ്രവർത്തനം നമ്മളെല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ സദസ്സിൽ ഉൾക്കൊള്ളാനാവാത്ത ജനങ്ങളാണ് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പുറത്തു നിൽക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് കടന്നിരുന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമാകും. അതുപോലെ തന്നെ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ താഴ്ഭാഗത്തും ഇരിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നമ്മുടെ കോളേജിന്റെ പിൻഭാഗത്ത് സ്റ്റേജിന്റെ ബാക്കിലായി വളരെ വിശാലമാകുന്ന സൗകര്യത്തോടുകൂടി ദൃശ്യ മികവോടുകൂടി തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട്. മുഴുവൻ ആളുകളും സ്ത്രീകളും അതും ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ അന്നദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ആദ്യ പൊതി കണ്ടിയത്ത് ഉസ്താദിന്റെ വലിയ മകൻ കുഞ്ഞുമോൻ മുസ്ലിയാർക്ക് നൽകി ഈ സ്വാഗത സംഘം ട്രഷററും നമുക്കേറെ ആദരണീയനുമായ കോഴിക്കോട് വലിയ കാളി സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. മഹാനായ തങ്ങളവറുകളെയും ഏറ്റുവാങ്ങാൻ കണ്ണിയത്ത് കുഞ്ഞുമോൻ എന്നിവരെയും സാദരം ക്ഷണിക്കുന്നു. രണ്ടാമത്തെ മകൻ കണ്ണിയത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാർക്ക് സയ്യിദ് മാനു തങ്ങൾ ഭക്ഷണം നൽകുന്നു. ഇനി ഒരു രണ്ട് വാക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ അതിനുശേഷം മുഖവും ആശംസകൾ അർപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട SBS-ന്റെ നമ്മുടെ ആവേശവും നമുക്ക് അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പണ്ഡിതനുമായ സമദ് സാഹിബ് പൂക്കോട്ടൂർ പ്രസംഗിക്കും. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ തങ്ങളവറുകളെ സാദരം ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. അഭിവന്ദനായ അധ്യക്ഷനവർകളെ, നമ്മുടെ മഹത്തായ ഉറൂസ് മുബാറക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമായുടെ ട്രഷറർ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങളവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ ജബ്ബാർ ഹാജി, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ഉമർ ഫൈസി മുക്കം, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാര്, സാരവത്തായ വളരെയധികം പഠനാർഹമായ ഒരു വിഷയമാണ് നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ശ്രവിക്കാൻ കഴിഞ്ഞത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവർകളുടെ ജീവിത വിശുദ്ധിയെ പറ്റി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. പണ്ഡിതന്മാർക്കുണ്ടാവേണ്ട ഗുണങ്ങളും മഹാനായ തങ്ങളവറുകൾ ഇവിടെ വിശദീകരിച്ചു. അലുലമാ വറസത്തുൽ അംബിയ എന്ന ആ പ്രമേയത്തിലൂടെ മഹാനായ തങ്ങളിവിടെ ഒരു പഠനാർഹമായ ചിന്താർഹമായ വിഷയമാണ് നമുക്കിവിടെ നൽകിയത്. അങ്ങനെ സൂഫിയാക്കളായ പണ്ഡിതന്മാർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഉലമാക്കളാണ്. അൽ ഉലമാ, ആ ഉലമാവിനെ സംബന്ധിച്ചാണ് അള്ളാഹു വ്യക്തമായി ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. ആ ഉലമാവിനെ സംബന്ധിച്ചാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. ആ വിശദീകരണം മഹാനായ തങ്ങളിവിടെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെയുള്ള പണ്ഡിതന്മാർ,
ആ പണ്ഡിതന്മാരാണ് നമുക്കിവിടെ നേതൃത്വം നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് വിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സിൻഫാനി മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നന്നായാൽ ജനങ്ങൾ മുഴുവൻ നന്നായി, അവർ ചിത്തയായാൽ ജനങ്ങൾ മുഴുവൻ ചിത്തയായി. ആ രണ്ട് സിൻഫ് അൽ ഉലമാ വൽ ഉമറ. അവർ നന്നായാൽ ഉലമാക്കളും ഉമറാക്കളും ഇവിടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഉലമാഇന്റെ ആ കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവർ യഥാർത്ഥമായ ദീനിന്റെ ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ സർവ്വഗുണങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തി ജീവിച്ചുകൊണ്ടും ഉമറാക്കൾ അതിനെ നേതൃത്വം നൽകിക്കൊണ്ടും ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ സമൂഹത്തിനൊക്കെ നല്ല നന്മയാണുണ്ടാവുക. അത്തരം പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലമാക്കുമാറാവട്ടെ. നമ്മേവരെയും അല്ലാഹു അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിക ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുക്കം ഉമർ ഫലി നമ്മോട് സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയിലും നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കൃത്യമായി കേൾക്കാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിലേക്കൊക്കെ എത്തിച്ചേരാനുണ്ട്. മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. الذين يعلمون والذين لا يعلمون صدق الله العلي العظيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉമറാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു മുബാറക്കായ ദുആക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂക്ഷ്മ ജീവിതം നയിച്ച ഒരു മഹാപണ്ഡിതന്റെ ആണ്ട് നേർച്ചയോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ആ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടകൻ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിൽ പലരും മഹാനവറുകളുമായി ഇടപഴകി വരും പരിചയപ്പെട്ടവരുമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ ജനിച്ചു വളരുകയും ഇവിടെ തന്നെ സേവനമനുഷ്ഠിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും നിങ്ങളോടൊത്ത് ജീവിക്കുകയും ഇവിടെ തന്നെ മരണപ്പെടുകയും വഫാത്താവുകയും ഇവിടെ തന്നെ മറപ്പെടുകയും ചെയ്ത വലിയൊരു മഹാന്റെ ചരിത്രം ആരും പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ടതില്ല. നിങ്ങൾ അത് ഉൾക്കൊണ്ടതാണ്. ഈ പ്രദേശം തന്നെ ഒരു പക്ഷേ അറിയപ്പെടുന്നത് മഹാനവറുകളെ നാമധേയത്തിലായിരിക്കണം. അതുപോലെ അദ്ദേഹം സേവനം ചെയ്ത സ്ഥാപനത്തിന്റെ നാമധേയത്തിലായിരിക്കും. ദാറുൽ ഉലൂം വയക്കാട് പ്രസിദ്ധമായത് ഈ സ്ഥാപനം കൊണ്ടാണ്. വയക്കാട് കേൾക്കാത്തവര് ഇസ്ലാമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന ആരും ഉണ്ടാവാൻ പാടില്ല. അത് പഴയ കാലത്തെ വലിയൊരു പ്രതാപമായിരുന്നു. അന്നിവിടുന്ന് മഹാനായ കവി പറഞ്ഞതുപോലെ സഅൽതു സമാനി ലിം അറാക്കി അഖീമ വകുന്തി വലൂദൻ ലിരിജാലി ഖദീമ എന്ന് പറഞ്ഞതുപോലെ ഇവിടുന്ന് പോയവരാണ് കേരളത്തിന് ദിശാബോധം നൽകിയ പ്രതിഭാശാലികളായ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ അധികവും. ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി ചെറുശ്ശേരി കുടുംബത്തിലെ തറവാടിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ, കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ,
സദക്കത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ കേരളത്തിൽ നമ്മുടെ നാക്കത്ത് നേരത്തെ വരുന്ന എല്ലാ പേരുകളും ഇവിടെ നിന്ന് പഠിച്ചു പോയവരാണ്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് കിതാബ് ചൊല്ലിക്കൊടുത്ത മഹാനാണ്, അവരൊക്കെ ആലിമാക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ഇവിടെ തന്നെ പഠിക്കുകയും ഇവിടെ തന്നെ മുദരിസായി നിയമിക്കപ്പെടുകയും അതോടുകൂടെ തന്നെ ഇൽമിന്റെ മേഖലയിൽ, ഇൽമ് പരത്തുന്ന മേഖലയിൽ മഹാനവറുകളുടെ സേവനം നമ്മൾ അനുഭവിച്ചവരാണ്. അതോടുകൂടെ തന്നെ പ്രസ്ഥാനം നമ്മളൊക്കെ നിലകൊള്ളുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സ്ഥാപിതം മുതൽ അതിൽ മെമ്പറാവുകയും 25 വയസ്സുള്ളപ്പോൾ മെമ്പറാവുകയും അവസാന കാലം അതിന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് നമ്മളോട് വിട പറഞ്ഞ് നമ്മളെ അത് ഏൽപ്പിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്ത ഒരു മഹാനാണ്. ഒരു മഹത്വം എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? തന്റെ ജീവിതം തുടങ്ങുന്നത് വിദ്യാഭ്യാസവുമായിട്ടാണ്, ഇൽമുമായിട്ടാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന ഇൽമുമായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു വിദ്യാർത്ഥി അങ്ങനെ പഠിച്ച് വളർന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല. അതാണല്ലോ ഞാൻ ചെയ്യലെന്നിട്ടല്ലേ, ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല. കാരണം ജനിച്ചു വീണത് ഇൽമിന്റെ കേന്ദ്രത്തിലേക്ക്, താവളത്തിലേക്കാണ്. അവിടെ നിന്ന് കിതാബ് ഓതുന്ന പണിയാണ്. പുറത്തിറങ്ങി അവിടുന്ന് ശേഷം പല സ്ഥലങ്ങളിലും ആ നിലക്കുള്ള കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന പരിപാടികളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. സംഘടനാപരമായ നേതൃത്വം, ഇസ്ലാമിന്റെ ദഅവ മേഖലയിലുള്ള പ്രവർത്തനത്തിനും തന്നോട് കഴിയുന്ന നേതൃത്വം മഹാനവറുകൾ ചെയ്തു. കഴിയുന്ന നേതൃത്വം പറഞ്ഞാൽ തുല്യതയില്ലാത്ത നേതൃത്വമാണ്. സമസ്തയുടെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാണുന്ന കേരളത്തിലെ ഇസ്ലാമിന്റെ നിയന്ത്രണം കടിഞ്ഞാൻ പിടിക്കുകയാണല്ലോ ആ നിലയ്ക്ക്. അതോടുകൂടെ മഹാനവറുകളുടെ വ്യക്തി ജീവിതം വളരെ പരിശുദ്ധമായിരുന്നു എന്ന് അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. പലരും പറയാറുണ്ട്, കച്ചവട മേഖലയിൽ അദ്ദേഹം തിരിഞ്ഞപ്പോൾ, മരക്കച്ചവടം പോലെയുള്ള കച്ചവടത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ശറഈന്റെ വിധി അനുസരിച്ചുകൊണ്ടുള്ള കച്ചവടം നടത്തി. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ശറഈ മാത്രം നോക്കി കച്ചവടം ചെയ്താൽ വിജയിക്കില്ല എന്നതുകൊണ്ട് തന്നെ ആ കച്ചവടത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അതിശയോക്തി കലർത്തിക്കൊണ്ട് തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ പറയേണ്ട ആവശ്യമില്ല. മഹാനവറുകളുടെ നമ്മൾ ജീവിച്ചത് നമ്മൾ കണ്ടതാണ്. നമ്മളിടയിൽ തുറന്ന ജീവിത, അങ്ങാടിയിൽ കൂടെ നടന്ന്, അങ്ങാടിയിൽ കൂടെ മീനും മറ്റു സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു സാധാരണക്കാരന്റെ എളിമത്വമുള്ള ജീവിതത്തോടുകൂടെ തുല്യതയില്ലാത്ത നേതൃപാടവത്തുന്ന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു അതുല്യ പ്രതിഭയാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ എന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം. ഉഖ്റവിയായ ആലിമിന്റെ അടയാളം അത് തന്നെയാണ്. ഒരു കറാഹത്ത് പോലും അദ്ദേഹം ചെയ്തില്ല എന്നതിനൊരു ചെറിയ ഉദാഹരണം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് മഹാനവറുകള് ഹോസ്പിറ്റലിൽ അവസാന രോഗകാലത്ത് ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് ഞങ്ങളൊക്കെ സന്ദർശകരാണ്, സന്ദർശിക്കാൻ ചെല്ലും. അദ്ദേഹം കാര്യമായിട്ട് പരിചരിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ കുഞ്ഞുമോനും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമാണ്. ഒരു ദിവസം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് പലതും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് അദ്ദേഹത്തിന്. അതാണ് ശ്രദ്ധ. ബാങ്ക്, നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബാത്റൂമിൽ ഒളു എടുക്കാനാക്കി. ഒളു എടുത്ത് സ്റ്റൂളിട്ട് ഇരുത്തിയാണ് ഒളു എടുക്കുന്നത്. കുഞ്ഞുമോൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തൊള്ളയിൽ മുൻകൈ കയ്യതിനു ശേഷം വായിൽ വെള്ളം കൊപ്പിളിച്ചു. തുപ്പാൻ നോക്കിയപ്പം കുഞ്ഞുമോൻ പറഞ്ഞു ഇങ്ങോട്ട് തുപ്പിക്കോന്ന് പറഞ്ഞു. കാരണം ഈ ഭാഗത്ത് ചുമരാണ്, ഇടതു ഭാഗത്ത് ചുമരാണ്, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് തുപ്പണം എന്ന് പറഞ്ഞു. മുപ്പരുടെ ജീവിതത്തിൽ അത് പരിചയമില്ല. വലതു ഭാഗത്തേക്ക് തുപ്പി അദ്ദേഹത്തിന് പരിചയമില്ല, അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് തുപ്പാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു സ്റ്റൂള് തിരിച്ചിടുന്നു. സ്റ്റൂള് തിരിച്ചിട്ടതിന് ശേഷം ഇടത്തോട്ടാണ് മൂപ്പര് തുപ്പിയത്. ഒരു ജീവിതത്തിലെ ആകെ വിലയിരുത്താൻ നമുക്ക് ഈ രംഗം മതി എന്ന് പറഞ്ഞാൽ, ഇടതു ഭാഗത്തേക്കല്ലാതെ തുപ്പിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങനെ കറാഹത്ത് ചെയ്യാൻ സാധിക്കുക? കറാഹത്താണോ വലതു ഭാഗത്തേക്ക് തുപ്പൽ?
ഒരദബ്, ഒരു മര്യാദയാണ്. ഒരു മര്യാദയിൽ പോലും ഇത്ര സൂക്ഷ്മത പാലിച്ച, അതും തന്റെ അത്യാസന്ന അവസരങ്ങളിൽ പോലും സൂക്ഷ്മത പാലിച്ച ആ മഹാന് വലിയ അല്ലെങ്കിൽ പിന്നെ ആരാ വലിയ? ഇതല്ലേ ജീവിതം? ജീവിതം തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു. മരണം വരെ അതിൽ തന്നെയാണ്. ദർസും പഠിക്കലും വായിക്കലും ഫത്വ കൊടുക്കലും. അതോടുകൂടെ ആ സൂറത്തിൽ പറഞ്ഞ 4 ഗുണങ്ങളും സമ്മേളിച്ച് നഷ്ടത്തിൽ നിന്ന്, ജീവിതത്തിന്റെ നഷ്ടത്തിൽ നിന്ന് മോചനം സിദ്ധിച്ച മുഫ്ലിഹീങ്ങളിൽപ്പെട്ട, മുത്തഖീങ്ങളിൽപ്പെട്ട, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു മഹാനാണ്. മഹാനവറുകളുടെ തണൽ തന്നെയാണ് ഇന്നും ഈ നാട്ടിനും കേരളത്തിനൊക്കെ ഉള്ളത്. മഹാനവറുകളെ അവഗണിച്ചവരുടെ സ്ഥിതി നമുക്കറിയാം. മഹാനവറുകളെ പിൽക്കാലത്ത്, നമ്മുടെ അവസാന കാലത്ത് നമ്മുടെ സമസ്തയിൽ കുഴപ്പമുണ്ടാക്കി പോയ ആൾക്കാർ, മുസ്തജാബുദ് ദഅവ, അള്ളാഹുവിന്റെ ഉത്തരം കിട്ടുന്ന ഔലിയാക്കന്മാർ, പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം കിട്ടുമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടതാണെന്ന് നമ്മൾ അനുഭവിച്ചവരാ. അവരോട് കളിച്ച്, സമസ്തയോട് കളിച്ചവരെ നീ മുഖം കെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ മുഖം കെടൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അദ്ദേഹത്തെ പോലെയുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്തജാബുദ്ദാവയാവണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ അനുഭവിച്ചതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഇടപഴകിയ നിങ്ങളോട് കൂടുതലായൊന്നും പറയേണ്ടതില്ല. നമ്മൾ ആ മനസ്സും ബഹുമാനവും ആ ഖദറും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അത്തരം ആളുകളും അദ്ദേഹം ചെയ്ത സേവനത്തിന്റെ ബാക്കി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ചില മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട്. നമ്മുടെ പഴയ പ്രതാപൻ, ഞാൻ നേരത്തെ ഓതിയ കവിത, ആ പദ്യത്തിൽ പറഞ്ഞത്, ഞാൻ സമാനിനോട് ചോദിച്ചു, സഅൽതു സമാനി, എന്റെ കാലത്തോട് ഞാൻ ചോദിച്ചു, എന്താ കാലമേ, നീ പണ്ട് കാലത്ത് വലിയ വലിയ ആളുകളെയൊക്കെ പ്രസവിച്ചിരുന്നല്ലോ, ജന്മം നൽകിയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിന്നിൽ അത്തരം ആളുകൾക്ക് ജന്മം നൽകുന്ന ഒരു അവസരം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അത് ഈ വായക്കാടിനോട് ചോദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനുള്ള വിചാരം ഓരോരുത്തർക്കും ഇത്തരം സന്ദർഭത്തിലെങ്കിലും തുടക്കം കുറിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്തിന് വേണ്ടി മാത്രം ഇത്തരം കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോടുകൂടെ ജന്നാത്തുൽ നഈമിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മൂപ്പര് ഇവിടെ നേത്രം നൽകി കാണിച്ചു തന്ന ആ പാതയിൽ തന്നെ അടിയുറച്ച് അവസാനം വരെ പ്രവർത്തിക്കാനും അതിനുവേണ്ടി മരിക്കാൻ വരെ തയ്യാറാവാനും നമ്മളൊക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറയുകയാണ്. പ്രത്യേകമായി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ ഒക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഫിയത്തിനും സിഹത്തിനും ശിഫാക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടുകൂടെ അള്ളാഹുവേ, മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് വാപ്പു മുസ്ലിയാരുടെ എല്ലാ സുഖക്കേടുകളും നീ ശിഫിയാക്കണേ റഹ്മാനെ, പൂർണ്ണ ആഫിയത്ത് നൽകണേ റഹ്മാനെ, സിഹത്ത് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേദിയിൽ അനുസ്മരണ പ്രഭാഷണം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി കൂടിയായ അബ്ദുസമദ് പൂക്കോട്ടൂർ നമ്മോട് സംസാരിക്കും. അതിന് തൊട്ടു മുമ്പായി ചുരുങ്ങിയ വാക്കിൽ വേദിക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മാൻ ഫൈലി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ബിൽഡിംഗിന്റെ അകത്തേക്ക് ഇനിയും ഇരിക്കാൻ സൗകര്യമുണ്ട്. ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിലും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം.
ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم إن أولياؤه إلا المتقون صدق الله مولانا العظيم. വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ അനുസ്മരണ പരിപാടിയിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ നേർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബർക്കത്ത് നേടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. പ്രഭാഷണം, അനുസ്മരണ പ്രഭാഷണം ഇവിടെ ഗംഭീരമായി നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തബറുക്കിന് വേണ്ടി മാത്രം ഞാൻ നിന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച മഹത്തുക്കൾ, ആ മഹത്തുക്കളെ ആദരിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒത്തുകൂടലിന്റെ കാതൽ, അതിന്റെ കഴമ്പത. അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കുക, അത് തന്നെയാണ് ദീൻ. അള്ളാഹു പറഞ്ഞു, മൻ യുഅല്ലിം ശായിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ, ചിഹ്നങ്ങളായി ഭൂമുഖത്തുള്ള വ്യക്തിത്വങ്ങളെ, സ്ഥലങ്ങളെ, സാധനങ്ങളെ, വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുകയാണെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഉത്ഭൂതമാകുന്ന തഖ്വയുടെ ബഹിർപ്രകടനമാകുന്നു അത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു ആദരിച്ച മഹത്തുക്കളായ ആളുകളെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകളോടുള്ള സ്നേഹം നമുക്കുണ്ടാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ കുല്ലി അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. പടച്ചവനെ, നിന്നോടുള്ള സ്നേഹം ഞാൻ ചോദിക്കുന്നു. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടുന്ന പല ശിർക്കന്മാരെയും പങ്കാളികളെയും വെക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അല്ലാഹു പറയുന്നു, എന്നാൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾ ഏറ്റവും അധികം അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അവ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകണം. അതാണ് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, ഏറ്റവും കൂടുതൽ നിന്നോട് സ്നേഹമുണ്ടാകണമെന്ന് ഞാൻ ചോദിക്കുന്നു, അതിനുള്ള തൗഫീക്ക് നൽകണമെന്ന്. വഹുബ്ബ മൻ യുഹിബ്ബുക, സ്നേഹിക്കുന്ന ആളുകളോടുള്ള ഹുബ്ബു, നിന്നെ സ്നേഹിക്കുന്ന ആളുകളോട്. അഥവാ അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അഗ്രേസരനായിരുന്നു ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് എന്ന് ഇവിടെ പലരും പറഞ്ഞല്ലോ. ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹം ജീവിതകാലത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഇത് തന്നെയല്ലേ തഖ്വ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇൻ ഔലിയാഹു, അള്ളാഹുന്റെ ഔലിയാക്കളല്ല ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെയല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളാകുന്നു, യഥാർത്ഥമായ മുത്തഖീങ്ങൾ. തഖ്വയിൽ അധിഷ്ഠിതമായിരുന്നു അവിടുത്തെ ജീവിതം, അവിടുത്തെ എല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണെന്നത് യാതൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ലാത്ത മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നാം കാണണം. ആ നിലക്കാണ് ഈ മുഅ്മിനാത്തുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് മുഅ്മിനീകളും മുഅ്മിനാത്തുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ കൂടിയിട്ടുള്ളത്. ഇത് ഇജാബത്തുള്ള ഒരു സദസ്സാണ്. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ഈമാൻ നീ സലാമത്താക്കണേ തമ്പുരാനെ. ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി
സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദനായ കൂട്ടുമല ബാബു മുസ്ലിയാർ മഹാനവറുകളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ സാധുക്കളായ ഞങ്ങളുടെയൊക്കെ രോഗം ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സംഘടനാ നേതാക്കന്മാർ, സാദാത്തുക്കൾ, ഞങ്ങളുടെ സഹായികൾ, സഹകാരികൾ, എന്തിനധികം ഞങ്ങൾ ഇൽമു പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, വസ്ത്രം തന്ന, മറ്റ് സൗകര്യങ്ങൾ തന്ന സഹോദരിമാർ, സഹോദരന്മാർ, റഹ്മാനായ റബ്ബേ അവരെല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, രോഗശമനം കൊടുക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ഒക്കെ ദോഷം പൊറുക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കി മഹാന്മാരായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ, ശൈഖുന ശംസുൽ ഉലമ തുടങ്ങി അങ്ങോട്ടുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, നേതാക്കൾ, ഉലമാക്കളോട് എല്ലാവരെയും നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗലോകത്തിന് ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുത്ത് സന്തോഷിച്ചുകൊണ്ട് ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് വിരമിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഒളവണ്ണ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട കുട്ടിഹസൻ ദാരിമിയെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. അവിടെയെല്ലാം സമ്മതപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ അനുസ്മരണ പ്രഭാഷണം തുടങ്ങുകയാണ്. നമ്മുടെ സഹോദര സഹോദരിമാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ നഗരിയിൽ നിൽക്കുന്നത്.